ശബരിമലയിലെ വിഷയത്തിൽ ആഗോള സംഗമവും സ്വർണ്ണക്കൊള്ളയും രണ്ടിലും സർക്കാർ പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി സർക്കാരിന്റെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഇതിൽ നിന്നെല്ലാം ഒരു മോചനം എന്ന് പറയാം. അതിൽ നിന്ന് അതുകൊണ്ട് മോചനം ഉണ്ടാവില്ല, എന്നാലും ജനങ്ങളുടെ മനസ്സിൽ നിന്നും ആ ഒരു ഷോക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. NSS ആ ഒരു ഓഫർ വെച്ചേക്കുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോ സത്യവാങ്മൂലം അത് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് മാറാത്തതായിട്ടൊന്നുമില്ല എന്നാണ്. അപ്പോ അത് കൊടുക്കുന്ന ഒരു സൂചന തന്നെ ഞങ്ങളുടെ തീരുമാനങ്ങൾ മാറ്റിയേക്കാം എന്നുള്ളൊരു സൂചനയാണ്. കാരണം സ്ത്രീ പ്രവേശന വിധി വന്നപ്പോൾ, സുപ്രീം കോടതിയുടെ സ്ത്രീ പ്രവേശന വിധി വന്നപ്പോൾ സ്ത്രീകളെ കയറ്റാൻ, കാരണം അത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല ശബരിമല എന്ന് പറയുന്നത്, ഒരു ആരാധനാ കേന്ദ്രമാണ്. സാധാരണ ഒരു ആരാധനാ കേന്ദ്രം പോലെയല്ല. 41 ദിവസം കഠിന വ്രതമെടുത്ത് അയ്യപ്പന്മാർ എന്ന് വെച്ചാൽ കയറുന്നവരെല്ലാവരും അങ്ങനെയാണ് എന്നല്ല, എന്നാലും അവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ കഠിന വ്രതമെടുത്ത് പോകുന്ന, അത്രയും ഭക്തിയോടെ പോകുന്ന ഒരു ആ പറയുന്ന മണ്ഡലകാലത്ത് പോകുന്നതാണ്. അപ്പോ ആ ഒരു സ്ഥലത്തേക്ക് സ്ത്രീകളെ കയറ്റുക, ഇപ്പൊ സുപ്രീം കോടതി വിധി വന്നു, അപ്പോ എന്താണ്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് സ്ത്രീകളെ കയറ്റുന്ന പോലെ കയറ്റിയേ അടങ്ങുള്ളൂ. അതായത് വിശ്വാസികളല്ല, അവർക്ക് അമ്പലത്തിൽ പോയി ദൈവത്തെ തൊഴണമെന്നോ ഭക്തിയോ ഉള്ളവരല്ല. അങ്ങനെ അല്ലാത്ത സ്ത്രീകളെ ഒരു വാശിയുടെ പുറത്ത് ഞങ്ങൾ ഇതങ്ങ് സ്ഥാപിച്ചിട്ടേ മാറുള്ളൂ എന്ന ഒരു ധാർഷ്ട്യത്തോടുകൂടി സ്ത്രീകളെ കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയതാണ് LDF സർക്കാർ. അപ്പൊ ഇത് വിശ്വാസികളുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവ് ചില്ലറയല്ല. കാരണം അതൊരു ചിട്ടയായി പെൺകുട്ടികൾ അവരെ ഒരു 10 വയസ്സിന് മുന്നേ ശബരിമല പോവുകയും ഇതുപോലെ വ്രതം, ഞാനും പോയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു സൗവർണികയും പോയിട്ടുണ്ടാവും ശബരിമലയിൽ. നമ്മൾ ആ ഒരു 10 വയസ്സിന് മുന്നേ പെൺകുട്ടികളും ശബരിമല ചവിട്ടി തന്നെ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ പാകപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, ഇനി നമ്മൾ 50 വയസ്സ് കഴിഞ്ഞിട്ട് അയ്യനെ കാണാൻ വരും എന്നുള്ള ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നു ഒരു 46-47 വയസ്സാവുമ്പോ എല്ലാ സ്ത്രീകളും ശബരിമലയിൽ പോകാൻ വേണ്ടി മാനസികമായി ഒരുങ്ങിക്കഴിയും. അല്ല, ഈ പ്രായം ഇങ്ങനെ കൂടുമ്പോ ഒരു ലക്ഷ്യമായിട്ടാണ് ശബരിമല പോവാലോ എന്നുള്ള ഒരു ചിന്ത വരുന്നത്. അപ്പൊ അതിലെ ലോജിക്കും മറ്റുമെല്ലാം പിന്നത്തെ കാര്യമാണ്. പക്ഷെ അതൊരു വിശ്വാസം. നമ്മളിപ്പോ ഓരോ അമ്പലങ്ങളിൽ പോകുമ്പോൾ അവിടെ ഓരോ അമ്പലത്തിലും ഓരോ ചിട്ടവട്ടങ്ങളാണ്, അതനുസരിച്ചാണ് ഓരോ അമ്പലങ്ങളിലും പോകുന്നത്. ഇപ്പൊ ശിവരാത്രിയാണ്, ശിവന്റെ അമ്പലത്തിൽ തന്നെ പ്രദക്ഷിണം വയ്ക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. എന്നാൽ ഈ രീതി ഫോളോ ചെയ്യാത്ത ചില അമ്പലങ്ങളുണ്ട്, ശിവന്റെ അമ്പലം തന്നെ ഉണ്ട്. അപ്പോ അവിടെ പോയി എനിക്ക് ഇങ്ങനെ പറ്റൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു അമ്പലത്തിൽ എന്താണോ അവിടെ ചിട്ട അവർ പറയുന്നത്, ആ ചിട്ട പാലിക്കുക എന്നതാണ്. ഇപ്പോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലായാലും ഇപ്പൊ സർക്കാർ പറയുമല്ലോ ഓരോന്ന്, ഇതുവഴി പോവുക, അതുവഴി ഇറങ്ങുക എന്ന ഓരോ നിയമം വെച്ചിട്ടുണ്ട്. അത് പാലിക്കാനല്ലേ, അല്ലാതെ ഈ വരുന്നവര് ഇഷ്ടമുള്ളതുപോലെ തോന്നിയ പോലെ ചെയ്യുകയാണോ ചെയ്യുന്നത്? ഇപ്പൊ നിയമസഭാ മന്ദിരത്തില്, നമ്മള് നിയമസഭാ മന്ദിരം കാണാൻ പോയാൽ അവിടെ അതിൻ്റെതായ രീതികളുണ്ട്. അവിടെ എന്താണ്, ഒരു സാധനങ്ങൾ നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല, എല്ലാം പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ അകത്ത് കയറുന്നത്. വളരെ ഫ്രീ ആയിട്ടാണ് വളരെ ഫ്രീ ആയിട്ട്. അപ്പൊ അതെന്തുകൊണ്ട് അവിടെ അങ്ങനെ ചെയ്യുന്നു? അവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ്, അതുകൊണ്ട് അവിടെ അങ്ങനെ ചെയ്യും. അല്ല, ഇപ്പൊ ഇവിടെ പറയുന്നല്ലേ സ്ത്രീക്ക് കയറണം എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ബാഗും ഫോണും കൊണ്ട് പോയേ പറ്റൂ എന്ന് അവിടെ പോയി വാശി പിടിക്കാൻ പറ്റൂ? അങ്ങനെയുള്ള തീരുമാനം ഇപ്പൊ നമ്മൾ കോടതിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, സൈലന്റ് ആക്കി വെക്കണം. അവിടെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് ഓരോ സ്ഥാപനങ്ങളും അവരുടെ രീതികളെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, അതനുസരിച്ച് പോകും. ഇപ്പൊ സുപ്രീം കോടതി ഭരണഘടന അനുസരിച്ച് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമാണ് എന്ന് പറഞ്ഞതിന്റെ ആ ഒരു പേരിൽ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നത് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതല്ല, കോടമഞ്ഞ് കൊള്ളാൻ പോകുന്നതല്ല, അവിടെ വ്രതമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കാൻ പോകുന്ന, ദർശന പുണ്യത്തിന് പോകുന്നതാണ്. ആ പോകുന്നിടത്ത് ഇവരുടെ ഇഷ്ടമുള്ള തോന്നിവാസം കാണിക്കേണ്ട ഇടമല്ലായിരുന്നു. ആ സാഹചര്യത്തിൽ കർശനമായിട്ട് ഞങ്ങൾ അത് ചെയ്തേ അടങ്ങൂ എന്ന് പറഞ്ഞ് ഒരുതരം വാശി തീർക്കല്ലെന്ന്, അതായത് മറ്റേ പുരോഗമന നായകൻ ആരാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന്റെ അകത്തൊരു കാര്യമുണ്ട്, CPM ഒരിക്കലും കരുതിയിരുന്നില്ല, അല്ലെങ്കിൽ ഇടതുമുന്നണി ഒരിക്കലും കരുതിയിരുന്നില്ല ഇത്രയും വലിയ ഒരു തിരിച്ചടി ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുമ്പോൾ ഉണ്ടാകും. അതിന് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു വിധി വരുമ്പോൾ BJP എടുത്ത നിലപാട് എന്ന് പറയുന്നത് ആദ്യം ഒരു മന്ദഗതിയിലുള്ള ഒരു നിലപാടായിരുന്നു. ഒരു പരിധി വരെ അവരും അത് സപ്പോർട്ട് ചെയ്യും എന്ന രീതിയിലായിരുന്നു ആദ്യം തുടക്കത്തിൽ എല്ലാവരും അതിനെ ചരിത്രവിധി എന്ന രീതിയിൽ. അപ്പോഴാണ് CPM-ന്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചത്. CPM-ന്റെ നില മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, എന്ത് വില കൊടുത്തും ഈ മണ്ഡലകാലത്ത് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയിരിക്കും. എന്തിനായിരുന്നു ആ ഒരു സെനൻസിന്റെ ആവശ്യം? അങ്ങനെ പറയുമ്പോ മറുവശത്തുള്ള രണ്ട് മുന്നണി, ഇപ്പം കോൺഗ്രസ് ആകട്ടെ BJP, അവര് ചിന്തിച്ചത് എന്താണ്,
ഇവിടെ വിശ്വാസികൾ എതിരാകും. സ്വാഭാവികമാണ്. വിശ്വാസി സമൂഹം എതിരാകുമ്പോൾ ആരാണോ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നത്, ഈ വിധിക്കെതിരെ പോരാടുന്നവരെ കേരളം അംഗീകരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് BJPയും കോൺഗ്രസും. അതിനൊക്കെ അപ്പുറം ഈ പറയുന്ന വിശ്വാസം, വിശ്വാസി സമൂഹം, അതിനൊക്കെ അപ്പുറം ശബരിമല എന്ന അമ്പലം, ഇതിനൊക്കെ അപ്പുറം ബാക്കി രണ്ട് മുന്നണി നോക്കിയത് രാഷ്ട്രീയമായി അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നായിരുന്നു. അതിലൊരു സംശയമില്ല. അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പില് അത് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ ഉണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടു. വീടാന്തരം കയറി CPM മാപ്പ് പറയുന്ന രീതിയിൽ പോലും പോലും കേരളത്തിലെ ജനങ്ങൾ CPM-നോട് കൈ കൊടുക്കാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ പൊറുക്കാൻ തയ്യാറായില്ല. അന്ന് ഒരു വനിതാ മതില് ഇവിടെ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. വനിതാ മതിലില് ആരൊക്കെയാണ് കൈകോർത്തത്? പർദ്ദയണിഞ്ഞ സ്ത്രീകൾ ഉൾപ്പെടെ സ്ത്രീ വിമോചനത്തിന് വേണ്ടിയിട്ട് അണിനിരന്നാണ്. ഇത് കണ്ടുകൊണ്ടല്ലേ ഇവിടുത്തെ ജനങ്ങൾ ഇരിക്കുന്ന വിശ്വാസ സമൂഹം. അപ്പൊ ഇവരാരെയാണ് ആക്രമിക്കുന്നത്? അതായത് ഹൈന്ദവരോട് മാത്രം ഈ CPM കാണിക്കുന്ന ഒരു നെറികെട്ടൊരു രാഷ്ട്രീയം. ചേച്ചി, അതിന്റെ അകത്ത് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ പറയുന്ന പോലെ ശബരിമലയിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വരുന്നു, അല്ലെങ്കിൽ ഒരു കോടതി വിധി വരുന്നു, ശബരിമലയിൽ തുല്യരാണ്, സ്ത്രീകളെ കയറ്റണം എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസി, പൂർണ്ണമായി വിശ്വാസമുള്ള ഒരാൾ കയറട്ടെ. അതെ, ഒരു അമ്പലത്തിൽ പോകുന്ന ഒരു വിശ്വാസി. അല്ലാതെ ഈ പറയുന്ന പോലെ സ്ത്രീകളുടെ നവോത്ഥാനത്തിന് വേണ്ടി ഞാൻ ശബരിമലയിൽ കയറാമെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇപ്പൊ അവിടെ മുഖ്യമന്ത്രി ആ സമയത്ത് ചെയ്യേണ്ടിയിരുന്നത്, അവിടെ കയറുമ്പോ ഈ സ്ത്രീകൾ വരുമ്പോൾ അവരുടെ വയസ്സ് ചെക്ക് ചെയ്യുമായിരുന്നു. അതിന് മുന്നേ ഉണ്ടായിരുന്നതനുസരിച്ച് ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കയറുന്ന സ്ത്രീകൾക്ക് എത്ര വയസ്സുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ അത് പരിശോധിക്കാനിരിക്കുന്ന ആ ചെക്ക് പോസ്റ്റ് ഒഴിവാക്കുക. വരുന്നവർ, അതായത് ഭഗവാനെ ദർശിക്കാൻ വരുന്നവരിൽ ചിലപ്പോൾ ഇനിയിപ്പോ ഏതെങ്കിലും ആ പ്രായത്തിനിടയ്ക്കുള്ളവർക്ക് ദർശനം വേണമെന്ന് തോന്നി വരുന്നെങ്കിൽ അവർ കയറിപ്പോക്കോട്ടെ. ഇതിനു വേണ്ടി ഇത്രയും വിപ്ലവം ഒന്നും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് ആ ഉദ്യോഗസ്ഥരെ മാറ്റുക, ആ പരിശോധന ഒഴിവാക്കിയാൽ മാത്രം മതിയായിരുന്നു. അല്ലെങ്കിൽ തന്നെ ചേച്ചി നമുക്കറിയാം ശബരിമലയിൽ പോകുന്നത് എങ്ങനെയാണ്? കല്ലും മുള്ളും ചവിട്ടി കാനനപാതയിലൂടെ ശബരിമലയിൽ പോകുന്നു. അതാണ് വിശ്വാസം. പിന്നെ ഇപ്പൊ റോഡൊക്കെ എന്ത് പുരോഗമനം വന്നു, പക്ഷെ ഈ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയത് അങ്ങനെയാണ് അല്ല, പിന്നാമ്പുറം വഴിയാണ് കയറ്റുന്നത്. തലയിൽ മുണ്ടിട്ടും അപ്പം ഹെൽമെറ്റ് വെച്ചിട്ടൊക്കെ. സർക്കാരിന്റെ അജണ്ട എന്തായിരുന്നു? ഏതു വിധത്തിലും സ്ത്രീകളെ കയറ്റി വിശ്വാസി സമൂഹത്തെ തച്ചുടച്ചിട്ടാണെങ്കിലും, അത് വേറൊന്നുമല്ല, ഹൈന്ദവ വിശ്വാസത്തെ തച്ചുടയ്ക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ഞാൻ ചോദിക്കും, വേറെ ഏതെങ്കിലും മതസ്ഥരുടെ ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഈ CPM, പ്രബുദ്ധരായ ഈ CPM, പുരോഗമന പാതയിലേക്ക് നയിക്കുന്ന ഈ CPM-കാർ ഇന്ന് വരെ എന്തെങ്കിലും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഈ NSS പറയുന്നുണ്ടല്ലോ, സത്യവാങ്മൂലം സർക്കാർ പിഴ അല്ലെങ്കിൽ തെറ്റ് അംഗീകരിച്ച് സത്യവാങ്മൂലം ഭീഷണിയാണോ NSS-ന്റെ? തിരുത്തൽ വേണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കില്ല എന്നുള്ള ഒരു ഭീഷണിയായിട്ട് അല്ല. NSS SNDP-യും കൂടെ നിന്നിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല എന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോ നിലപാടുകളിൽ മാറ്റമില്ലാത്ത LDF അല്ലെങ്കിൽ CPM എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഗോവിന്ദമാഷ് എന്തേ പറയാൻ? ഞങ്ങൾ മാറ്റുന്നില്ല, ഞങ്ങൾക്ക് സ്ത്രീകളെ കയറ്റി മാറ്റം അനിവാര്യമാണ്. കാര്യം നടക്കണമെങ്കിൽ മാറ്റങ്ങളൊക്കെ അനിവാര്യമാണെന്ന് പുള്ളിക്ക് അറിയാം. ഈ അടുത്ത കാലത്തായിട്ട് CPM അവരുടെ നയങ്ങളിലും നിലപാടുകളിലും ഒക്കെ നന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതും മാറ്റും. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഒരു വലിയ പത്രസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് മാപ്പ് വരെ പറയും. അത് തീരുമാനിക്കുന്നത് പക്ഷേ PR ടീമാണ്, എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ളത്. അത് നമുക്ക് കാത്തിരിക്കാം.